എല്ലാവർക്കും ഒരു പുതുപുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ബേൺലിനെ 2-3 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഈ സീസണിലെ ആദ്യത്തെ വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ്. 93ാമത്തെ മിനിറ്റിൽ ആ പെനാൽറ്റി സ്പോട്ടിൽ ബ്രൂണോ ഫെർണാണ്ടസ് അടിക്കാൻ നിൽക്കുമ്പോൾ ആ പുള്ളിക്കാരുടെ മനസ്സിലൂടെ എന്തൊക്കെയായിരിക്കും ഇങ്ങനെ മറഞ്ഞു പോയിട്ടുണ്ടാവുക. കഴിഞ്ഞ മത്സരത്തിൽ പുറത്തേക്ക് അടിച്ചു കഴിഞ്ഞാൽ പെനാൽറ്റി തീർച്ചയായും പുള്ളിക്കാരൻ മനസ്സിലോർത്തിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഇപ്രാവശ്യം ആ ഒരു പവറിന് പോവാതെ ഒരു നല്ലൊരു പ്ലേസ്മെൻറ്റ് ചെയ്യാൻ പുള്ളിക്കാരൻ തീരുമാനിച്ചിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ഈ ഒരു മത്സരം ഒരു ഇവൻറ്റ്ഫുള്ളായിട്ടുള്ള മത്സരം, അതുകൊണ്ട് കുറച്ച് പോയിന്റ്സൊക്കെ എനിക്കിങ്ങനെ എഴുതി വെക്കാൻ സാധിച്ചിട്ടുണ്ട്. എൻ്റർടൈനിങ് മത്സരമായിരുന്നു. അതിൽ നമ്മൾ 14ാമത്തെ മിനിറ്റിൽ എംബൂമോക്ക് 2 നല്ല കിടിലൻ ചാൻസാണ് കിട്ടിയത്. അതിൽ ആദ്യത്തെ ആ ബ്രൂണോ ഫെർണാണ്ടസിൻ്റെ പാസ് ഒരു മെൻഷൻ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു നല്ല പാസ്സായിരുന്നു ആ ബ്രൂണോ ഫെർണാണ്ടസ്. രണ്ടാമത് പിന്നെ മൗണ്ടിൻ്റെ ഒരു പാസും. അല്ല, ആദ്യത്തെ ഡിബ്രാവ്ക്കയുടെ സേവ് കിടിലായിരുന്നു. ബ്യൂമേരെ ആദ്യത്തെ ഫസ്റ്റ് ഷോട്ടിലെ സേവ്. പിന്നെ 15ാമത്തെ മിനിറ്റിൽ മൗണ്ടിൻ്റെ പെനാൽറ്റി ഓവർ ടേൺ ചെയ്ത് അത് നമ്മൾ റിവ്യൂ കൊടുത്ത സമയത്ത് കണ്ടിരുന്നത്. അത് ഫൗളാണെങ്കിൽ തന്നെ അത് ഔട്ട്സൈഡ് ദ ബോക്സ് ആണ്. അപ്പം പെനാൽറ്റി കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. അതെന്തായാലും പെനാൽറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഒരു കോൺട്രവേഴ്ഷ്യൽ ആവാൻ സാധ്യത വളരെ വളരെ കൂടുതലാണ്. അതുകൊണ്ടായിരിക്കും മിക്കവാറും അത് പെനാൽറ്റി ഓവർ ടേൺ ചെയ്തത്. 26ാമത്തെ മിനിറ്റിൽ ഓൺ ഗോള് കസമീറോ, ആ ഒരു ഫ്രീ കിക്കിൽ കസമീറോക്ക് ഫ്രീ ആയിട്ട് ഹെഡ് ചെയ്യാം. കസമീറോ അത്ര ഹൈറ്റുള്ള പ്ലെയർ ഒന്നല്ല, ആരാലും മാർക്ക് ചെയ്യപ്പെടാതെ ഒരു ജമ്പ് വരെ ചെയ്യാനുള്ള ഒരു അവസ്ഥ വന്നിട്ടില്ല. ഡയറക്റ്റ് വന്ന ബോൾ ഫ്രീ ആയിട്ട് ഒരു ഹെഡ്, അതിൻ്റെ ഒരു റീബൗണ്ട് വന്ന പന്ത് ഓൺ ഗോളായി, ഡിഫൻഡറെ ദേഹത്ത് തട്ടിയിട്ട്. 28ാമത്തെ മിനിറ്റിൽ എനിക്ക് തോന്നി ഫസ്റ്റ് ഹാഫ് നോക്കിക്കഴിഞ്ഞാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഒരു ആകെയുള്ള ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞത് ക്യൂഞ്ഞറെ ഇഞ്ചുറിയാണ്. നെഗറ്റീവ് അല്ല, എന്താ വേണ്ട, ഒരു മോശം റിസൾട്ട് എന്നുള്ള രീതി നോക്കിയാൽ ക്യൂഞ്ഞറെ ഇഞ്ചുറി മാത്രമാണ് ഒരു ഫസ്റ്റ് ഹാഫിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഭാഗത്ത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കിട്ടിയ ഒരു മോശം കാര്യം എന്ന് പറഞ്ഞത്. അല്ലാതെ ഒരു കളി ഒരു പ്ലേ വൈസ് നോക്കിക്കഴിഞ്ഞാൽ നല്ല ആക്റ്റീവായിരുന്നു. പ്രത്യേകിച്ച് ദിയാലോൻ്റെ റൈറ്റ് സൈഡിൽ നല്ല ആക്റ്റീവാണ്. അതുകൂടാതെ ലെഫ്റ്റ് സൈഡിൽ ദാലോനെ ഇട്ട് ദാലോ നല്ല കളിയായിരുന്നു കേട്ടോ. ഈ ഒരു മത്സരത്തിൽ നല്ല ഓവർലാപ്പിംഗ് ആയിരുന്നു, നല്ല ക്ലോസ് ആയിരുന്നു. കഴിഞ്ഞ 2 മത്സരത്തിൽ ദാലോൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെയുള്ളൊരു പെർഫോമൻസ് കണ്ടില്ല. പക്ഷേ ഈ ഒരു മത്സരത്തിൽ ദാലോൻ്റെ ഭാഗത്തു നിന്ന് നല്ലൊരു പെർഫോമൻസ് കണ്ടു. അതുകൂടെ ദിയാലോ നല്ല ആക്റ്റീവായിരുന്നു. എംബും ഓവറോൾ പറഞ്ഞു കഴിഞ്ഞാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ പ്ലെയേഴ്സിൻ്റെ ഭാഗത്തു നിന്നൊക്കെ മോശമില്ലാത്ത പെർഫോമൻസ് ആയിരുന്നു ഏകദേശം എല്ലാവരും. ആ ഒരു 2 ഗോൾ ഒഴികെ. പക്ഷെ ബേൺലി നമുക്കറിയാം, ബേൺലി ഒരു പ്രൊമോട്ടഡ് ടീമാണ്. അപ്പോൾ ആ ഒരു പ്രൊമോട്ടഡ് ടീമിൻ്റെ ഭാഗത്ത് നമുക്ക് എത്രമാത്രം കളി ഉണ്ടാവുമെന്ന് നമുക്ക് ഏകദേശം എല്ലാവർക്കും ഊഹിക്കാൻ പറ്റുന്നേ ഉള്ളൂ. പക്ഷേ സ്റ്റിൽ അവർ നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഹാഫിൽ 44ാമത്തെ മിനിറ്റ് അത് 2 കോർണർ കിക്കുകൾ ആക്ച്വലി എനിക്ക് മെൻഷൻ ചെയ്യണം. 44ാമത്തെ മിനിറ്റിൽ ബ്രൂണോ എടുത്ത കോർണർ കിക്ക്, ആ ബോൾ ഇങ്ങനെ സ്ലൈസ് ചെയ്ത് വന്ന് അതിനുശേഷം ദിയാലോൻ്റെ ഒരു വോളി, അതുകൂടാതെ 62ാമത്തെ മിനിറ്റിൽ സെയിം എംബ്യൂം അതേപോലെ ബോൾ പന്തൊന്ന് ഇങ്ങനെ ആ ഒരു 2 കോർണർ കിക്കും ബ്രൂണോൻ്റെ ഒരു വോളി. ആ 2 കോർണർ കിക്ക് നമ്മൾ സാധാരണ ട്രെയിനിങ് ഫീൽഡിൽ നടത്തുന്നതാണ്. അത് വളരെ 100% പെർഫെക്റ്റ് ആൻഡ് നീറ്റായിട്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എക്സിക്യൂട്ട് ചെയ്തിരുന്നു. പക്ഷേ ഗോളായില്ല, അത് വേറൊരു കാര്യം. പക്ഷെ അത് എക്സിക്യൂട്ട് ചെയ്ത രീതി സൂപ്പറായിരുന്നു. 45 കഴിഞ്ഞ് നമ്മളെ എക്സ്ട്രാ മിനിറ്റിൽ ദിയാലോൻ്റെ ഒരു ഗോൾഡൻ മിസ് ഉണ്ടായിരുന്നു. പക്ഷെ ആ പന്ത് ബൗൺസ് ചെയ്ത് വന്നുകൊണ്ടാണെന്ന് തോന്നുന്നു പുള്ളിക്കാരൻ്റെ അടി പോസ്റ്റിൽ ബാറിൽ തട്ടി പുറത്തേക്ക് പോയി. അപ്പം ബേസിക്കലി ആ ഒരു ഫസ്റ്റ് ഹാഫ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഭാഗത്ത് നല്ല അറ്റാക്ക് ഉണ്ടായിരുന്നു. നല്ല ക്രിയേറ്റീവായിട്ടുള്ള അറ്റാക്കായിരുന്നു, നല്ല ക്രിയേറ്റീവായിട്ടുള്ള അറ്റാക്ക് ഉണ്ടായിരുന്നു. എല്ലാ പ്ലെയേഴ്സും നല്ല ഇൻവോൾവ്മെൻ്റ് ആയിരുന്നു ആ ഒരു ഫസ്റ്റ് ഹാഫിൽ. അതുകൂടാതെ ആ ഒരു ക്യൂഞ്ഞറെ ഇഞ്ചുറി മാത്രമാണ് ആ ക്യൂഞ്ഞറെ ഇഞ്ചുറി മാത്രമാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഒരു മോശമായിട്ടുള്ള ഈ ഒരു എന്താ പറയുക ഔട്ട്കം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഹാഫ് എന്ന് പറഞ്ഞാൽ ബേൺലി ഒരു അടിക്ക് തിരിച്ചടി എന്ന രീതിയിലായിരുന്നു ബേൺലി കളിച്ചത്. കുറച്ചും കൂടി ഓപ്പൺ ആയിരുന്നു ബേൺലിയുടെ ഡിഫൻസ് അല്ലെങ്കിൽ ബേൺലിയുടെ പ്ലേ എന്ന് പറഞ്ഞാൽ. അത് സിറ്റ് ബാക്ക് ചെയ്തിട്ട് കൗണ്ടർ അറ്റാക്ക് ചെയ്യുക എന്നുള്ളൊരു സ്ട്രാറ്റജി ഒന്നല്ല. അവർ ഓക്കെ നമുക്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കളിക്കുന്നു, അപ്പോൾ നമ്മി അതേപോലെ കുറച്ചും കൂടി ആക്റ്റീവായി അറ്റാക്ക് ചെയ്ത് കളിക്കുക എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിലായിരുന്നു ബേൺലി സെക്കൻഡ് ഹാഫ് വന്നത്. അപ്പോൾ അതിന് അവർക്ക് ഫലം ഉണ്ടായി. 55ാമത്തെ മിനിറ്റിൽ ബേൺലി ഗോൾ അടിച്ചു. അതുപോലെ ശേഷം 56ാമത്തെ മിനിറ്റിൽ ആ ഒരു ഗോൾ വീണതിന് ശേഷമുള്ള കളി
റെസ്യൂമ് ചെയ്തതിന് ശേഷം 1 മിനിറ്റിനുള്ളിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തിരിച്ചെടുത്തു. ആ സമയത്ത് ആ മാഞ്ചസ്റ്റർ ഓൾഡ് ട്രാഫോർഡിലെ കാണികളുടെ ഒരു ആവേശം കാണേണ്ടതായിരുന്നു. അതുവരെ ആ 3 കളിയിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആക്ച്വലി ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നില്ല, രണ്ടും ഓൺ ഗോൾ ആയിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് എംബൂമയാണ് ഈ ഒരു സീസണിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ആദ്യത്തെ ഗോൾ അടിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പ്ലെയർ ഗോൾ അടിക്കുന്നത്. അതിനുശേഷം ബേൺലി ഒരു ഗോള് ഡിസല്ലൗഡ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. 62ാമത്തെ മിനിറ്റിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു കോർണറിൻ്റേത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. 66ാമത്തെ മിനിറ്റിൽ ബേൺലി തിരിച്ചടിച്ചു, 2-2 നല്ല ഒരു പ്ലേ ആയിരുന്നു രണ്ട് ടീമിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്, പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിൽ. ഫസ്റ്റ് ഹാഫിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഒരു ഓൾ ഔട്ട് അറ്റാക്കും ഇതൊക്കെ ആയിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫ് വന്നതിന് ശേഷം ബേൺലി കുറച്ചും കൂടിയും കളിയിലേക്ക് ഒരു ഇൻവോൾവ് ആവുന്ന ഇതായിരുന്നു കണ്ടത്. ഇപ്പോൾ സെക്കൻഡ് ഹാഫിൽ ബേൺലി 2 ഗോളും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അവസാനത്തെ ഗോൾ വരുന്നവരെ ഒരു ഗോളാണ് അടിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ 2-2 66ാമത്തെ മിനിറ്റിൽ ബേൺലി 2ാമത്തെ ഗോൾ അടിച്ച് സ്കോർ ലൈൻ 2-2 പിന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ചേഞ്ചസൊക്കെ വന്നു. ഞാൻ ആ ക്യൂഞ്ഞനെ വലിച്ച സമയത്ത് ഞാൻ വിചാരിച്ചു ഒരുപക്ഷെ ഷെഷ്കോനെ ഇറക്കാനാണ് സാധ്യത. പക്ഷേ സെർസിനെ ഇറക്കിയത് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഇവൻ കമൻറ്റേറ്റേഴ്സ് ആണെങ്കിലും അതിനുശേഷം ആ ഒരു ഹാഫ് ടൈം ടോക്കിലൊക്കെ അവർ പറയും എല്ലാവർക്കും ഒരു ചെറിയൊരു അത്ഭുതം അല്ലെങ്കിൽ അതിശയം ഉണ്ടായിരുന്നു സെർസ്കിനെ ഇറക്കിയത് ഷെഷ്കോനെ ഇറക്കാതെ. ഞാനും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഷെഷ്കോനെ ഇറക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പിന്നെ 85ാമത്തെ 86ാമത്തെ മിനിറ്റിൽ ഷെസ്കോൻ്റെ 2 ഹെഡർ, ആ 82ാമത്തെ ഹെഡർ ശരിക്കും അതൊന്നും ഇങ്ങനെ പാളിപ്പോയതാണ്. എന്താ പറയണ്ട, ഒരു ചെറിയൊരു ടച്ച് മാത്രമല്ല, അത് പ്രോപ്പറായിട്ട് കണക്ട് ചെയ്തില്ല. അത് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഗോൾ കയറട്ടായിരുന്നു. അല്ല 85ാമത്തെ മിനിറ്റ് ഒരു ക്രിസ്ത്യാനോ റൊണാൾഡോ ലീപ്പായിരുന്നു. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം ക്രിസ്ത്യാനോ റൊണാൾഡോ ആണ് ഏറ്റവും കൂടുതൽ ഹൈ ജമ്പ് ചെയ്ത് ലീപ്പ് ചെയ്ത് ഹെഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഷെസ്കോൻ്റെ അത് ഇങ്ങനെ ഒരു ക്രിസ്ത്യാനോ റൊണാൾഡോ ലീപ്പ് പോലെയായിരുന്നു. ഞാൻ കമ്പയർ ചെയ്യുന്നതല്ല കേട്ടോ, കമൻറ്റ് സെക്ഷനിൽ അങ്ങനെ പറയരുത്, ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നില്ല. ആ ഇത്രയും ഹൈറ്റിൽ തുള്ളിയിട്ടൊന്ന് ലീപ്പ് ചെയ്ത ഒരു ഹെഡായിരുന്നു. പിന്നെ 90ാമത്തെ മിനിറ്റിൽ ദിയാലോൻ്റെ പെനാൽറ്റി, അത് ആദ്യം പെനാൽറ്റി കൊടുത്തില്ല, രണ്ടാമത് അവർ അപ്പീൽ ചെയ്തതിന് ശേഷമാണ് കൊടുത്തത്. ബ്രൂണോ ഫെർണാണ്ടസ് പെനാൽറ്റി അടിക്കാൻ പോയി. ആ സമയത്ത് കഴിഞ്ഞ മത്സരത്തിൽ എല്ലാവരും എനിക്ക് തോന്നുന്നു ഏകദേശം എല്ലാ ഇൻ്റർനാഷണൽ പ്ലെയേഴ്സ്, അതായത് എക്സ് പ്ലെയേഴ്സ് ആയാലും അല്ലെങ്കിൽ പണ്ഡിറ്റ്സ് ആയാലും ഏറ്റവും കൂടുതൽ ബ്രൂണോ ഫെർണാണ്ടസിൻ്റെ ഭാഷ ചെയ്തതായിരുന്നു കഴിഞ്ഞ പെനാൽറ്റി പുറത്തേക്ക് അടിച്ചതെന്ന് അതിന് മുന്നേ നടത്തിയ ആ ഒരു പുള്ളിക്കാരൻ്റെ ഡ്രാമയൊക്കെ. അപ്പോൾ ഈ ഒരു പെനാൽറ്റി അടിക്കാൻ നമുക്ക് ശരിക്കും കാണാൻ വേണ്ടി പറ്റും. റെഫറി എല്ലാ സെറ്റപ്പും ബാക്കിയുള്ള പ്ലെയേഴ്സിനൊക്കെ പുറത്തേക്ക് തള്ളി നിൽക്കുക അങ്ങനെ പറഞ്ഞ സമയത്ത് ബ്രൂണോ ഫെർണാണ്ടസ് ഇങ്ങനെ നിൽക്കുമായിരുന്നില്ല, ജസ്റ്റ് ഒന്ന് വാക്ക് ചെയ്യായിരുന്നു. അപ്പോൾ നമുക്ക് ശരിക്കും മനസ്സിലാവും അത്രത്തോളം ഒരു ടെൻഷനാണ് പുള്ളിക്കാരൻ്റെ മനസ്സിലൂടെ കടന്നു, അല്ലെങ്കിൽ അത്രത്തോളം പ്രഷറാണ് പുള്ളിക്കാരൻ്റെ ആ ഒരു ബോളിൽ, കക്ഷത്തിലിരിക്കുന്ന ആ ബോളിൽ നിറഞ്ഞു നിന്നിരുന്നത്. അത് അഥവാ ബ്രൂണോ ഫെർണാണ്ടസ് ആ ഒരു ബോൾ പുറത്തേക്ക് അടിച്ചാൽ അല്ലെങ്കിൽ ഗോളി സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു മത്സരം 7-ൽ അവസാനിച്ചാൽ അത് എന്താ പറയണ്ട, ഒരു അമോറിയത്തിൻ്റെ മുകളിൽ ഉണ്ടാക്കുന്ന പ്രഷർ, അതുകൂടാതെ ബ്രൂണോ ഫെർണാണ്ടസിൻ്റെ മുകളിൽ ഉണ്ടാക്കുന്ന ഒരു പ്രഷർ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അപ്പോൾ ആ ഒരു പ്രഷർ, അത്രയും ഹൈ ടെൻഷനിലുള്ള പ്രഷറിൽ പുള്ളിക്കാരൻ ആ ഗോൾ അടിച്ച് കയറ്റി യുണൈറ്റഡ് 3-2 വിജയിച്ചു. അങ്ങനെ ഈ സീസണിൽ യുണൈറ്റഡിൻ്റെ ആദ്യത്തെ വിജയം. മത്സരം നല്ല മത്സരമായിരുന്നു, നല്ല കിടിലൻ മത്സരമായിരുന്നു. പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിൽ എൻഡ് ടു എൻഡ് ആയിരുന്നു. ബേൺലിയും സിറ്റ് ബാക്കൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ചില സമയത്ത് ബേൺലിയൊക്കെ എന്താ പറയുക, അവരെ ബാക്കൊക്കെ വൈഡ് ഓപ്പൺ ആയിരുന്നു. അപ്പം അടിക്കടി എന്നുള്ള ഒരു രീതിയായിരുന്നു ബേൺലിയും സ്വീകരിച്ചത്. അപ്പം അങ്ങനെ നോക്കുന്ന രീതിയിൽ നല്ല കിടിലൻ മത്സരമായിരുന്നു. നിങ്ങളെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാൻസൊക്കെ ഇപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഭയങ്കര സന്തോഷത്തിലായിരിക്കും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് സെക്ഷനിൽ തീർച്ചയായും രേഖപ്പെടുത്തുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.